ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വൺ ഡ്രൈവ്. കാർ ലവേഴ്സിന്, വാഹന പ്രേമികൾക്ക്, വണ്ടി പ്രാന്തന്മാർക്ക് അവരുടെ സ്വന്തം മക്കളെ പോലെയാണ് വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവരൊരു വാഹനത്തിനെ കഴുകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീനെ കുളിപ്പിക്കുന്നത് പോലെ ആ ഒരു പ്രൊസീജിയർ ആയിരിക്കും. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എല്ലാവർക്കും ദേഷ്യം വരും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വാഹനം കഴുകാനെടുക്കുന്ന സമയം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞെട്ടും. ആ ഒരു രീതിയിലാണ് നമ്മൾ വാഹനപ്രേമികൾ വാഹനത്തിന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയുള്ള വാഹനപ്രേമികൾക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഒരു കറുപ്പ് കളർ കാറിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇത് ബ്ലാക്ക് കളർ കാറിന് മാത്രമല്ല, എല്ലാ കാർസിനെയും നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു വാഹനം മേടിച്ച് കുറേ കാലം നമ്മുടെ കയ്യിൽ വെക്കണം എന്ന് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ ഫാമിലിയാണ്. ആ ഒരു ഫാമിലിയിൽ മെമ്പർ ആവാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ പേര് പ്രവീൺ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചൂസ് ചെയ്യുന്ന കളർ ഏതാണ് എന്നുള്ളതിൽ ഒരു വലിയൊരു കാര്യം തന്നെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബ്ലാക്ക് എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ കുറേ മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതൊരു വീഡിയോ പോലെ നമുക്ക് എടുത്ത് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ഫോർച്യൂണർ ആണ്. ഇത് ഒരു വണ്ടി. പിന്നെ നമ്മളൊരു ഓറഞ്ച് കളർ ഡസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ആ വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു 7-8 വർഷത്തിൻ്റെ അടുത്തായിരിക്കുകയാണ്. നമുക്കൊരു 4 വർഷമായിട്ടുള്ള ഒരു വാഹനമാണ് ഫോർച്യൂണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ഒന്നും ഉണ്ടാവില്ല. കാരണം ബ്ലാക്ക് പക്കയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഒരു വാഹനത്തിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വാഹനത്തിന് നമ്മൾ ക്ലീൻ ചെയ്യണം. ഏറ്റവും ബെറ്റർ നിങ്ങളൊരു കാർ വാഷ് ചെയ്യുന്ന സമയത്ത് 2 ബക്കറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഒരു കാറിന് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം 2 ബക്കറ്റ് മെത്തേഡിൽ എന്നുള്ളത്. മേലുള്ള ഐക്കൺ പ്രസ് ചെയ്താൽ മതി, ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ ചളി പിടിച്ച് കിടക്കുന്ന വാഹനങ്ങൾ കാണുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവരത് വരയ്ക്കും, അതിന് മുകളിൽ പേര് എഴുതും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ മുകളിൽ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ വാഹനത്തിന്റെ ഇന്റീരിയറും കൂടി നമ്മൾ കൈയോടെ ആഴ്ചയിൽ ക്ലീൻ ചെയ്യണം. ഈ ഫ്ലോറിൽ പൊടികളൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് അസുഖങ്ങളെ നമ്മൾ വിളിച്ചു വരുത്തുന്നത് പോലെയാണ്. നമ്മൾ ആഴ്ചയിൽ വാഷ് ചെയ്യുന്ന സമയത്ത് ഇന്റീരിയർ കൂടി ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി വാഹനത്തിനെ ഡ്രൈ ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ നമ്മൾ ഡ്രൈയും ചെയ്യണം. ഡ്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാട്ടർ മാർക്ക് വരാനും അതുപോലെ തുരുമ്പ് വരാനും റസ്റ്റ് വരാനും ഉള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഡ്രൈൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഡോറിൻ്റെ താഴെ ഭാഗത്തും റണ്ണിങ് ബോഡിയിലും വരെ നമ്മൾ തുടച്ച് ഡ്രൈൻ ചെയ്യണം. അതുപോലെ ഈ ഡോറിൻ്റെ പാനൽ ഗ്യാപ്പിലും ഒക്കെ വെള്ളം ഇരുന്ന് റസ്റ്റ് വരാനോ അല്ലെങ്കിൽ വാട്ടർ മാർക്ക് വരാനോ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ക്ലേ ബാർ മെത്തേഡ് എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ആ സാധനം വെച്ച് നമുക്ക് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റി പിടിച്ചിരിക്കുന്ന കീല്, ടാറ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ റിമൂവ് ചെയ്യാനും പറ്റും നമുക്ക്. അതും ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഷൈനിങ് ആയിട്ടുള്ള വാക്സ് ഒക്കെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അങ്ങനത്തെ വാക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും വാക്സ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷൈനിങ് ആയിട്ട് തന്നെ എപ്പോഴും ഉണ്ടാവും. കളർ ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. നമ്മൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം മുന്നേ തന്നെ ബ്ലാക്ക് കളർ കാറുകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് നമ്മുടെ റോഡുകളിൽ കാണാനായിട്ട് പറ്റും. അംബാസിഡറിലൊക്കെ ബ്ലാക്ക് കളർ കാറിനൊക്കെ നല്ല ഡിമാൻഡുള്ള കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ടൈപ്പ് മെത്തേഡ് ഉണ്ട്, പോളിഷിംഗ് എന്ന് പറയുന്നത്. 3Mൻ്റെ ഒക്കെ പോളിഷിംഗ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെയുള്ള പോളിഷിംഗ് ഒക്കെ ഒരു 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പോളിഷ് ചെയ്ത് വാഹനത്തിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതുകൂടി എനിക്ക് പറയാനായിട്ടുണ്ട്. നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മരത്തിന്റെ താഴെ പാർക്ക് ചെയ്യരുത്. ഇനി നിങ്ങൾ മരത്തിന്റെ താഴെ പാർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏതാണ് ആ മരം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ചില മരത്തിന് ആസിഡ് പവർ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പുളിമരം. അപ്പൊ അതിന്റെ ഇലകളോ മറ്റുള്ള പൂക്കളോ നമ്മുടെ വാഹനത്തിന്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ പെയിന്റ് ചെറുതായിട്ട് ഫെയ്ഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ പക്ഷികളൊക്കെ അതിന്റെ മുകളിലുണ്ടാവും. അപ്പോൾ അത് വേസ്റ്റ് നമ്മുടെ വാഹനത്തിന് മുകളിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷികളുടെ വീണ് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരു ആസിഡ് റിയാക്ഷൻ ഉണ്ടായി പെയിന്റ് ചെറുതായിട്ട് ഫെയ്ഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നേരെ മറിച്ച് വേറെ വല്ല ഷെയ്ഡിന്റെ താഴെ പാർക്ക് ചെയ്യുകയാണ് ഒന്നും കൂടി ബെറ്റർ. അതായത് ഒരു ഷീറ്റ് ഇട്ടിട്ടുള്ള ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഷെയ്ഡിലൊക്കെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആണ്. അധികം വാഹനങ്ങൾ യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ
കവർ ചെയ്തിടുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഫെയ്ഡ് ആവാണ്ടിരിക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പാർക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കാത്ത സ്ഥലങ്ങളിൽ വേണം നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ UV കട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെയിന്റിനെ ഒന്നുകൂടി ഷൈനിങ് ആയിട്ട് കാലങ്ങളോളം നിൽക്കും എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. കളർ മങ്ങാതിരിക്കാൻ ഇപ്പോൾ ഒരുപാട് മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഈ ഹൈവേ ഭാഗങ്ങളിലൊക്കെ വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അത്രയ്ക്കൊരു കോസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഇറക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമാണ്. എന്നാലും അത് ചെയ്തിടുന്നത് നല്ലതാണ് എന്ന് മാത്രം. സെറാമിക് ഉണ്ട്, അത് സെൽഫ് ഹീലിംഗ് സെറാമിക് കോട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ പുതിയ ഗ്രാഫീൻ എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. PPF പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വൈഡ് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. PPF എന്ന് പറയുന്നത് ഒരു കോട്ടിംഗ് അല്ല കേട്ടോ. PPF എന്ന് പറയുന്നത് പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിമാണ്. അത് തന്നെ സെൽഫ് ഹീലിംഗ് ആയിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും മാർക്കറ്റിൽ നിന്ന് എന്നുള്ളത് തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്. അതിൽ ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് ചൂസ് ചെയ്യണം. എന്നുള്ളതെല്ലാം നമ്മൾ ചൂസ് ചെയ്ത് നല്ലൊരു ബ്രാൻഡ് ചൂസ് ചെയ്യുന്നതിലാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധ വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 1-2 പൈസ എന്നല്ല, ചിലതൊക്കെ ലക്ഷങ്ങൾ വരെ ഇതേപോലൊരു വണ്ടി PPF ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. അത്രയും കോസ്റ്റ്ലി ആണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ അത് സെലക്ട് ചെയ്യാനായിട്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാർ വാഷിംഗ് സെൻറ്ററുകളിൽ വാഹനം വാഷ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇത് ഞാൻ ജസ്റ്റ് സജഷൻ പറയുന്നതാണ്. എല്ലാ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാർ വാഷിംഗ് സെൻറ്ററും അങ്ങനെയാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരു ബുഷ് പോലുള്ള സാധനങ്ങളൊക്കെ ഇത് കൂടെ ഇങ്ങനെ കിടന്നിങ്ങനെ റബ്ബ് ചെയ്ത് പോകുന്നൊരു മെത്തേഡ്. കൂടുതൽ ഇതിൻ്റെ മുകളിൽ വല്ല ചളി അതുപോലെയുള്ള ചെറിയ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് അതൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ തിരിച്ചും കടന്ന് റബ്ബായിട്ട് നമ്മുടെ പെയിൻറ്റിന് അത് സ്ക്രാച്ചസ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങാനും വണ്ടിയിൽ എന്തെങ്കിലും സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കാണണം എന്നില്ല. നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തായിരിക്കും അത് കൂടുതലായിട്ട് നമ്മുടെ കണ്ണിലേക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന് 4 പുറമൊന്ന് നടന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിലും വാക്സ് യൂസ് ചെയ്ത് മാക്സിമം റബ്ബ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ അത് പോകും. പെയിൻറ്റ് കട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് സ്ക്രാച്ച് ഉണ്ടെങ്കിലും പോകും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇവിടെ ഒരു സ്ക്രാച്ച് നിങ്ങൾക്ക് കാണാം, കണ്ടോ? കിടിക് കിടിക് എന്നുള്ള സൗണ്ട് കേൾക്കാം. ഇതുപോലുള്ള സ്ക്രാച്ചുകളാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല. നഖം കൊണ്ട് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു കട്ടറിൽ ചാടുന്ന പോലെ സൗണ്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും റബ്ബ് ചെയ്താൽ പോകുന്ന സ്ക്രാച്ചുകളായിരിക്കും കേട്ടോ. ഒരിക്കലും വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക. ഒന്നാമത്തെ അതിൻ്റെ ആ ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ നിലത്ത് ചാടും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വാഹനം ക്ലീൻ ചെയ്യുന്ന സമയത്താണ് പിന്നെ അത് ക്ലീൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. അതങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ കടന്ന് ഒരു അതിന് സ്മെല്ലും കാര്യങ്ങളൊക്കെ വാഹനത്തിനുള്ളിൽ മാറും. നിലത്ത് വീഴാതെ കഴിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കളർ കാർ എടുത്താലും ഈസി ആയിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ബ്ലാക്ക് കളർ കാറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കെയറിങ് കൊടുക്കണം. ഒരു ഇത്തിരി എക്സ്ട്രാ കെയറിങ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലാത്ത പക്ഷം നമുക്ക് വലിയൊരു ഇഷ്യൂയോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. നമ്മളിപ്പോൾ 4 വർഷമായി, വലിയ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചെന്ന ആ ഒരു സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഫൈബർ പാർട്ടിൻ്റെ മേളായത് കാരണം റിയർ ബമ്പറിന് മുകളിലാണ് ആ സ്ക്രാച്ച് ഉള്ളത്. റീപ്ലേസ് ചെയ്യണം. നമ്മൾ നല്ല വാഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഇതേപോലെ തിളക്കി പിടിച്ച് വാക്സ് ഒക്കെ ചെയ്ത്, ഞാനിപ്പോൾ ടയറിലൊക്കെ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനായിട്ട് തന്നെ വാഷ് ചെയ്തതാണ് വീട്ടിലിട്ടിട്ട്. ഒക്കെ ചെയ്ത് നമ്മൾ റോഡ് സൈഡിൽ ചിലപ്പോൾ വണ്ടി പാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പാർക്ക് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ചില ആൾക്കാരുടെ ഒരു സ്വഭാവമുണ്ട്, ഈ ചാവിയൊക്കെ വെച്ച് ഉരയ്ക്കുന്ന പരിപാടി, 4 പുറം വരയ്ക്കുന്ന പരിപാടി, കല്ല് വെച്ച് വരയ്ക്കുന്ന പരിപാടി. അത് ഈ വണ്ടി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടില്ല. അവരുടെ കാഴ്ചപ്പാടും അവരുടെ വൈകല്യങ്ങളും കാരണം അത് മറ്റുള്ള ഒരാൾക്കും നന്നാവരുത്, അല്ലെങ്കിൽ അവരുടെ ഒരാളുടെയും നല്ലൊരു സാധനം ഉണ്ടാവരുത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക. ഡാഷ് ക്യാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. എന്തെങ്കിലും മൂവ്മെൻറ്റ് വരുമ്പോൾ മൂവ്മെൻറ്റ് സെൻസിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വന്നാൽ അപ്പോൾ തന്നെ വണ്ടീൻ്റെ ക്യാമറ ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും. 4 പുറം നടക്കുന്നത് അപ്പോൾ റെക്കോർഡാവും. നമുക്ക് ഈസി ആയിട്ട് ആളെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറ്റും. പോലെ സാധനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മേടിക്കാം, വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു വാഹനത്തിന് കൊണ്ടുനടക്കാനായിട്ട് പറ്റും കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ചെറിയ ഫാമിലിയാണ്. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ ഒരു മെമ്പർ ആവാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, ബി ബ്ലെസ്, ബൈ.